ചെയ്ത കപ്പൽ, പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലൻ യാത്ര ചെയ്ത കപ്പൽ. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് അനുസരിക്കാതെ പോകുമ്പോൾ അത് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരോട്ടമായിരിക്കും. ഒരു ശബ്ദവും കേൾക്കാതെ നമ്മൾ പോകുന്നതിനകത്ത് തെറ്റില്ല. ദൈവം എന്നെ കുറിച്ച് ഇന്ന് ഒറീസയിൽ നിൽക്കണമെന്നാണ് ഞാൻ കേട്ട ശബ്ദമെങ്കിൽ അതിനെ ഞാൻ ധിക്കരിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്നാൽ ഞാൻ ദൈവസന്നിധിയിലല്ല. അതാ തിരുവെടുത്ത് യോനയുടെ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ദൈവം എന്നോട് എവിടെ നിൽപ്പാൻ കൽപ്പിക്കുന്നോ നിയോഗത്തിൽ ഞാൻ നിൽക്കുന്നുവെങ്കിൽ ഞാൻ ദൈവസന്നിധിയിലാണ്. അവിടെ ഓടിപ്പോയപ്പോൾ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ, തകർക്കുവാനല്ല, നശിപ്പിക്കുവാനല്ല, ശിക്ഷിക്കുവാനല്ല, ഒരു ശിക്ഷണം അവന്റെ ജീവിതത്തിൽ നൽകി അവനെ മടക്കിയെടുക്കുവാൻ ആ പ്രവാചകൻ യാത്ര ചെയ്ത കപ്പലിന്റെ നേരെ അടിച്ച കൊടുങ്കാറ്റും, ആ കൊടുങ്കാറ്റിൽ ആ കപ്പൽ യാത്രക്കാർക്ക് സ്വസ്ഥത വരാൻ അവൻ പറഞ്ഞത്, എന്നെ ഈ കപ്പലിൽ നിന്ന് പുറത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥത വരും. എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു അനുഭവമാണ് പൗലോസിന്റെ യാത്രയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിന്റെ ഈ കപ്പൽ യാത്ര എന്ന് പറയുന്നത് ഒരു വെളിപ്പാടിന്റെ മുമ്പിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു ദൈവശബ്ദം കേട്ടു. 23-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കും. 23:11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നാണ്. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ എവിടെയും സാക്ഷീകരിക്കണം? റോമയിലും സാക്ഷീകരിക്കണം. പൗലോസിന്റെ ജീവചരിത്രം ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന, എനിക്കൊന്ന് തൊട്ടുകിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. തന്റെ രക്ഷയിലേക്കുള്ള പുറപ്പെടൽ തന്നെ ഒരു വെളിപ്പാടിന്റെ വെളിച്ചത്തിലാണ്. വെളിപ്പാടുകൾ തന്റെ ജീവിതത്തിൽ ഒന്നല്ല, ഒട്ടനവധി പ്രാവശ്യം താൻ കേൾക്കുന്നുണ്ട്. 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? ഇപ്പൊ നമ്മളൊന്ന് കാണിച്ചു. ഈ റോമിലേക്ക്, ഈ പറഞ്ഞ യാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. റോമിലേക്ക് ധൈര്യമായിരിക്കാം, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും നീ എന്നെ സാക്ഷിക്കും. ഇതാര് പറഞ്ഞതാ? ദൈവം കൊടുത്ത വെളിപ്പാടാണ്. ഈ വെളിപ്പാടിന്റെ നിവർത്തിക്കായിട്ട് റോമിലേക്കുള്ള കപ്പൽ യാത്രയാണ് 27-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ യാത്ര ചെയ്യുന്നത്. റോമിലേക്ക് താൻ ഒറ്റയ്ക്കല്ല, തന്റെ കൂടെ 275 യാത്രക്കാർ തന്റെ കൂടെയുണ്ട്. അതിനകത്ത് ലൂക്കോസ് ഉണ്ട്. ലൂക്കോസ് പറയുന്നത് ഞങ്ങൾ എന്ന എഴുത്തുകാരൻ പറയണമെങ്കിൽ അതിനകത്ത് ആരുമുണ്ട്? ലൂക്കോസും ഉണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്. അതുകൊണ്ടാണ് ഈ സംഭവം വ്യക്തമായി ലൂക്കോസ് നടന്നതുപോലെ എഴുതാൻ കാരണം. ഇതിന് സാക്ഷിയാണ് ആര്? ലൂക്കോസ്. അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. മറ്റൊരു വെളിപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 18-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കും. 9-ാം വാക്യം. നോക്കൂ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്. അപ്പം ഈ പൗലോസിന്റെ ജീവിതത്തിലെല്ലാം എന്താ? ദർശനം, വെളിപ്പാട്, ദർശനം, വെളിപ്പാട്. താൻ എവിടെ വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ടോ, പിന്നെ താൻ എന്ത് ചെയ്യുന്നില്ല? ജഡരക്തങ്ങളോട് ആലോചിച്ചിരുന്നു. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേട്ടേച്ച് നമ്മൾ ഏതെങ്കിലും ജഡത്തോട് ചോദിക്കും, ഏതെങ്കിലും മനുഷ്യനോട് ചോദിക്കും. ആ വ്യക്തി അതിനെ നമുക്ക് തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ചു തരുമ്പോൾ നമ്മൾ വീണ്ടും തെറ്റുക. ദൈവശബ്ദം പിന്നെ വ്യാഖ്യാനിക്കാൻ പോകണ്ട. ദൈവശബ്ദം നമുക്കറിയാവുന്ന ഭാഷയിലെ ദൈവം സംസാരിക്കും. അത് ക്ലിയർ ആയിരിക്കും, അത് വ്യക്തമായിരിക്കും. ആട്ടിടയനോട് യേശുക്രിസ്തു ജനിച്ചത് വ്യക്തമായി പറഞ്ഞു, വിദ്വാൻമാരോടും വ്യക്തമായി പറഞ്ഞു. വിദ്വാൻമാർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഒരു സ്റ്റാർ ദൈവം മുൻപിൽ ഒരുക്കി എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർക്ക് ഒരു സ്റ്റാർ നോക്കി ചിലത് വായിക്കാനായിട്ട് പറ്റും. ആട്ടിടയർക്ക് അത് അറിയത്തില്ല. നിങ്ങളൊന്ന് തിരിച്ചേക്ക്. വിദ്വാൻമാർക്ക് ഈ ശബ്ദം കേൾപ്പിക്കുകയും ആട്ടിടയർക്ക് നക്ഷത്രം കാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം, എന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. ഞാനൊരു കുടിലിനാണ് കിടക്കുന്നതെങ്കിൽ കുടിലിൽ വന്ന് കുടിലിന്റെ സ്റ്റാൻഡേർഡ് സംസാരിക്കാൻ ദൈവത്തിന് അറിയാം. ഞാൻ കപ്പലിനെ യാത്ര ചെയ്യുന്നെങ്കിൽ കപ്പലിനകത്ത് വന്ന് എന്നോട് സംസാരിക്കാം. ഒരിക്കലും ദൈവശബ്ദം കേട്ടിട്ട് വ്യാഖ്യാനിക്കാൻ കൊടുക്കരുത്. ജഡരക്തങ്ങളോട് ചോദിക്കാൻ പോകരുത്. നിങ്ങൾ തകർന്നു പോകത്തേ ഉള്ളൂ. പൗലോസ് പറയുന്നു, ഞാൻ വെളിപ്പാട് കണ്ടപ്പോൾ പിന്നെ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ നേരെ ഞാൻ യാത്ര പുറപ്പെടുകയായിരുന്നു. അതാ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമായി മാറുന്നത്. അപ്പൊ വെളിപ്പാടുകൾ ഒന്നല്ല, പല ആവർത്തി തന്റെ ജീവിതത്തിൽ. എന്താ ഇവിടെ വായിച്ച 18:9 രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ എന്ത് ചെയ്യുക?
കയ്യേറ്റം ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല കാരണം പൗലോസിന്റെ അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അറിയാം എന്റെ പശ്ചാത്തലം. 5-ാം വാക്യം. ശീലാസും തിമോത്തിയോസും മക്കതോന്യയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട്. പൗലോസ് എന്ത് ചെയ്തു? വചനത്തിൽ ഭയങ്കര ശുഷ്കാന്തി ഉള്ളവനാ, പ്രസംഗിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവരെ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുക. പൗലോസിന്റെ പ്രസംഗത്തിന് എതിര് പറയുന്നു. പൗലോസിന്റെ പ്രസംഗത്തെ ദുഷിക്കാൻ തുടങ്ങി. അവരെ കയ്യേറ്റം ചെയ്യുമെന്ന് വരെ ഒരു ആക്രമം വന്നപ്പോൾ പെട്ടെന്ന് ദർശനത്തിൽ പറയുകയാണ്, നീ വചനം പ്രസംഗിക്കണം. നിന്നെ ആരും കയ്യേറ്റം അപ്പൊ ഈ പൗലോസിന്റെ കൊച്ചു കൊച്ചു ജീവിതത്തിൽ പോലും തനിക്ക് ദർശനവും വെളിപ്പാടും ഉണ്ടെന്ന് പറയാനാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അപകടം വരാൻ പോകുന്നുവെങ്കിൽ, നമുക്കൊരു അനർത്ഥം വരാൻ പോകുന്നുവെങ്കിൽ, നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വമായി ചതിക്കാൻ പോകുന്നുവെങ്കിൽ, ദൈവ പൈതലാണോ ദൈവം നമ്മളോട് ദർശനത്തിൽ സംസാരിക്കണം? ദൈവം നമ്മളോട് സ്വപ്നത്തിൽ ഇടപെടും. അതാ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. ഈ പൗലോസിന്റെ ഈ റോമിലേക്കുള്ള യാത്ര ദൈവം മുൻകൂട്ടി അറിയിച്ച ഒരു അരുളപ്പാടിന്റെ വെളിച്ചത്തിലാണ് താൻ റോമിൽ യേശുവിനെ സാക്ഷിക്കും എന്ന് പറഞ്ഞ യാത്രയാണ്. യാത്ര വളരെ സുഗമമായിട്ട് പൗലോസിനെ ഈ യാത്രയിൽ കൊണ്ടുപോകുന്നത് യോന പോയതുപോലല്ല, ഓടിപ്പോക്കല്ല, പൗലോസിനെ കൊണ്ടുപോവുകയാണ്. യോന അരുളപ്പാട് കേട്ടിട്ട് അതിന് വിപരീതമായി ഓടുമ്പോൾ പൗലോസ് കേട്ട അരുളപ്പാടിന് അനുകൂലമായി പോകുക. ദൈവം പറഞ്ഞിട്ടായി കപ്പലിൽ കയറുന്നത്. പക്ഷെ കപ്പലിൽ കയറുന്ന പ്രസംഗകനായിട്ടല്ല, പ്രവാചകനായിട്ടല്ല, കപ്പലിൽ അവൻ കയറുന്നത് അപ്പോസ്തലനായിട്ടുമല്ല, കപ്പലിൽ കയറുന്ന ഒരു തടവുകാരനായിട്ട്. തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ കൈവിലങ്ങുകളിട്ട് പൗലോസിനെ കപ്പലിനകത്ത് കൊണ്ടുപോകുമ്പോൾ കപ്പൽ യാത്ര അത്ര സുഗമമാകാതെ അല്പം പ്രയാസത്തോടെ വേണ്ടുന്ന നിലയിൽ സ്പീഡിൽ കപ്പൽ ഓടാൻ പറ്റാതെ ഒരു വല്ലാത്ത കടലിന്റെ അന്തരീക്ഷം കണ്ടപ്പോൾ കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം കടലുകൾ മൈലുകൾക്കപ്പുറത്തെ കാലാവസ്ഥ എന്തെന്നറിയാനുള്ള യന്ത്രങ്ങൾ അവർക്ക് കപ്പലിനകത്തുണ്ട്. കപ്പലിന്റെ കടലിന്റെ മുഴുവൻ കാലാവസ്ഥകളും അവർക്ക് അതിനകത്ത് വെളിപ്പെട്ട് കിട്ടും. അവർക്ക് വെളിപ്പെട്ട കാലാവസ്ഥ ഇപ്പോൾ ഒരല്പം കാറ്റിങ്ങിലേക്ക് അടിക്കുന്നെങ്കിൽ സാരമില്ല, ഞങ്ങളുടെ യാത്ര സുഗമമായി മുൻപോട്ട് പോകും എന്നൊരു ഉറപ്പും ധൈര്യവും വരുമ്പോൾ 1-ാം ഭാഗം വായിക്കാം. 9-ാം വാക്യം. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയും കഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് പൗലോസ് ഒരു കാര്യം പറഞ്ഞു. സഹോദരന്മാരെ, പൗലോസ് ആരാ ഇതിനകത്ത്? അപ്പോസ്തലനല്ല, പ്രവാചകനല്ല, പ്രസംഗകനല്ല. തടവുകാരെ കൊണ്ടുപോകുന്ന കപ്പലിൽ ഒരു തടവുകാരൻ. അതിൽ കവിഞ്ഞ് പൗലോസിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ തടവുകാരനാണെങ്കിലും തനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട് അവിടെ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാണുന്നത് കടൽ ശാന്തമായി കിടക്കുന്നതാണെങ്കിൽ ഞാൻ കാണുന്നത് നമ്മുടെ പ്രാണന് പോലും കേടുവരത്തക്കവണ്ണം ഒരു വലിയ കാറ്റടിക്കാൻ പോകുന്നു. പൗലോസ് ഒരു വെളിപ്പാട് കപ്പലിനകത്ത് പറയുക. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ദൈവവുമായി നല്ല ബന്ധമുള്ളവനാണെങ്കിൽ പ്രാർത്ഥനാ മുറി വേണമെന്നില്ല, വെളിപ്പാട് പ്രാപിക്കാം. ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രാപിക്കാം, ഫ്ലൈറ്റിൽ ഇരുന്നോണ്ടും പ്രാപിക്കാം, കപ്പലിനകത്തിരുന്നും പ്രാർത്ഥിക്കാം. പായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ വെളിപ്പാട് വരുമെന്ന് പറയുന്നെങ്കിൽ അത് നല്ല ബന്ധത്തിന്റെ കുറവുണ്ട്. യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വെളിപ്പാട് തരുന്നവനാ ദൈവമെന്ന് പൗലോസിലൂടെ നമുക്ക് വെളിപ്പെടുകയാണ്. വെളിപ്പാട് കടലിന്റെ നടുക്കുമുണ്ട്. പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, നീ എഴുന്നേറ്റ് സംസാരിക്ക്, ഈ യാത്രയിൽ ഞാനൊരു അനർത്ഥം കാണുന്നു. നമ്മുടെ പ്രാണനതകരിഞ്ഞു പോകുന്ന ഒരനർത്ഥം, കപ്പൽ തകർന്നു പോകുന്ന ഒരനർത്ഥം മുൻപിലുണ്ട്. പക്ഷേ തടവുകാരന്റെ വെളിപ്പാടിനേക്കാൾ അവിടെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പ്രമാണമുണ്ട്. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. പൗലോസ് വെളിപ്പാട് പറഞ്ഞു, മാലുമിയും കപ്പലുടമസ്ഥനും. അപ്പൊ ഈ കപ്പലിന്റെ ഉടമസ്ഥൻ വരെ ഇതിനകത്തുണ്ട്, ഈ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. കപ്പലുടമസ്ഥനും മാലുമിയും പറഞ്ഞ വാക്ക് അവർ ബുദ്ധിയിൽ പറഞ്ഞു, അവർ അറിവിൽ പറഞ്ഞു, അവർ പരിചയത്തിൽ പറഞ്ഞു, അവർ അനുഭവത്തിൽ പറഞ്ഞു. പക്ഷെ പൗലോസ് അനുഭവമില്ല, ബുദ്ധി അവർ പറയുന്നതിൽ അത്ര ഇല്ലായിരിക്കാം, കടലിൽ യാത്ര ചെയ്ത പരിചയമില്ലായിരിക്കാം, കപ്പലോടിച്ച അനുഭവമില്ലായിരിക്കാം. പക്ഷെ പൗലോസിന് ഇതിന്റെ മീതെ നിൽക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. പ്രൈസ് ഗോഡ്. അനുഭവങ്ങളെ കവർ ചെയ്യാൻ വെളിപ്പാടിന് കഴിയും, പരിചയങ്ങളെ കവർ ചെയ്യാൻ വെളിപ്പാടിന് കഴിയും, നമ്മുടെ പഠിപ്പിനെ കവർ ചെയ്യാൻ വെളിപ്പാടിന് കഴിയും, നമ്മുടെ ബുദ്ധിയെ കവർ ചെയ്യാൻ വെളിപ്പാടിന് കഴിയും.
ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ബുദ്ധിയുള്ള ഒരാളുടെ ആലോചനയാണോ നിങ്ങൾക്ക് നല്ലത്, വെളിപ്പാടുള്ളവരുടെ ആലോചനയാണോ നല്ലത്? പലപ്പോഴും നമ്മൾ ബുദ്ധിയുള്ളവന്റെ അടുത്ത് ആലോചനയ്ക്ക് പോകും. അല്ല, ദൈവിക വെളിപ്പാടുള്ളവന്റെ ആലോചനയായിരിക്കണം നമുക്ക് വേണ്ടത്, ബുദ്ധിയുള്ളവന്റെ ആലോചന. അതുകൊണ്ടല്ലേ ഫറവോന് പറഞ്ഞത്, ഇനി ഇവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ നമ്മളെക്കാൾ ഇവർ വർദ്ധിച്ച് ഒരു യുദ്ധമുണ്ടായാൽ ഇവന്മാർ നമ്മളെ തിരിച്ചടിക്കും, അതുകൊണ്ട് ബുദ്ധിയോടെ പെരുമാറണം. ഫറവോൻ ബുദ്ധിയോടെ പെരുമാറി. അത്യുന്നതൻ അതിനേക്കാൾ ബുദ്ധി ഉപയോഗിച്ചു. അവന്റെ ഫറവോന്റെ ബുദ്ധി അവിടെ തകർന്നു. തിരിച്ചറിയണം, ബുദ്ധികൾ പരാജയപ്പെടും, അനുഭവങ്ങൾ പരാജയപ്പെടും, പരിചയ സമ്പന്നത പരാജയപ്പെടും, എന്നാൽ ദൈവിക വെളിപ്പാട് തോൽക്കുന്നതല്ല. പൗലോസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച വെളിപ്പാടിന് അത്ര ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ദൈവമക്കൾ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്നാപകൻ പ്രാർത്ഥിച്ച്, മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ച്, സ്തോത്രം ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ വെളിപ്പാട് നാം പ്രാപിക്കണം. തിരുവെടുത്ത് പറയുന്നു, വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുകയാണ്. എന്താ ജനം ദൈവത്തെ ഭയപ്പെടാതെ പോകുന്നത്? എന്താ ജനം മര്യാദ വിട്ട് നടക്കുന്നത്? അവർക്ക് ഡിവൈൻ റെവലേഷൻ ഇല്ലാതെ പോകുന്നു. എവിടെ ഡിവൈൻ റെവലേഷൻ കുറയുന്നു, അവിടെ ജനം ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത്, ജനം മര്യാദ വിട്ട് നടക്കുന്നതല്ല, ജനം നശിക്കുകയാണ്. അതിന് നാം പ്രാപിച്ചെടുക്കേണ്ടത് ദർശനങ്ങളാണ്. ദർശനമുള്ളവൻ അവന്റെ ഭാവി കാണും. ദർശനമുള്ളവൻ ഇപ്പോഴുള്ളതല്ല കാണുന്നത്, വരാൻ പോകുന്നത് കാണും. ദർശനം അല്ലെങ്കിൽ വെളിപ്പാടുള്ളവൻ കഷ്ടതയെ വലുതായി കാണത്തില്ല, കഷ്ടതയ്ക്ക് അപ്പുറത്തുള്ള തേജസ് അവൻ കാണും. അതുകൊണ്ട് അവൻ കഷ്ടതയെ വലുതായി കാണത്തില്ല. വെളിപ്പാടുള്ളവൻ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞാൽ, ഈ കുവൈറ്റ് സിറ്റിയിൽ പിശാചി എനിക്കെതിരായിട്ട് കുവൈറ്റ് സിറ്റിയിൽ ഇങ്ങോട്ട് വരാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ അബ്ബാസിയിൽ എനിക്ക് വെളിപ്പെടണം. അബ്ബാസിയിൽ എനിക്കത് വെളിപ്പെട്ട് കിട്ടിയാൽ അവൻ സിറ്റിയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വരാനുള്ള സമയം എനിക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ കിട്ടും. അവൻ എന്റെ വീട്ടിനകത്ത് വന്ന് കേറുമ്പോഴല്ല ഞാൻ വെളിപ്പാട് കാണേണ്ടത്, അവനവിടെ അണിയറയിൽ ഒരുക്കം തുടങ്ങുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തണം. അതാ പഴയ നിയമകാലങ്ങളിൽ ദൈവം വെളിപ്പെട്ടിട്ടുള്ളത്. ആരാം രാജാവിന്റെ സൈന്യം അവിടെ അണിയറയിൽ മന്ത്രിക്കുമ്പോൾ എലീശായ്ക്ക് പ്രാർത്ഥനാ മുറിയിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ആരാം രാജാവിന്റെ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നു. ഇത് താൻ വിളിച്ചു പറയുമ്പോൾ ആരാം രാജാവ് ചോദിക്കുക, നമ്മൾ ഇവിടെ തീരുമാനിക്കുമ്പോൾ അവിടെ അവർ അറിയുന്നല്ലോ നമ്മുടെ ചാരന്മാരുണ്ടോ? ഒരു മന്ത്രി പറഞ്ഞു, സാറേ ചാരന്മാരല്ല പ്രശ്നം, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരുത്തരുണ്ട്, അവൻ വെളിപ്പാടുള്ളവനാ. ദൈവസഭയ്ക്ക് നന്നായി പ്രാർത്ഥിക്കുന്ന ചിലതിനെ ദാനമായി കിട്ടിയ അത് നമ്മുടെ അനുഗ്രഹമാ. അവൻ വെളിപ്പാട് കണ്ടാൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ മുൻകൂട്ടി നമ്മെ അറിയിക്കാൻ തുടങ്ങും. വെളിപ്പാട് ദൈവം മുൻകൂട്ടി അറിയിക്കുന്നത് സഭ ഏറ്റെടുക്കാനാ. ഒരിക്കലും ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, ദൈവമക്കളെ ഒരു വെളിപ്പാട് കഴിഞ്ഞ രാത്രിയിൽ കണ്ടു. എന്താ കണ്ടെന്ന് അറിയാമോ? ഞാനും ചർച്ചിലെ സെക്രട്ടറിയും കൂടെ ആംബുലൻസിൽ നിന്ന് ഒരു ഡെഡ് ബോഡി വലിച്ചിറക്കുന്ന ഒരു വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഡെഡ് ബോഡി പിടിച്ചിറക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു. സഭയോട് പറഞ്ഞു. സഭ ഒരു ഉഴപ്പൻ രീതിയിൽ പ്രാർത്ഥിച്ചങ്ങ് വിട്ടു. ഞായറാഴ്ച ആ ദൈവദാസൻ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ആ വെളിപ്പാട് പറയുന്നെങ്കിൽ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കേൾക്കുന്ന വാർത്ത സഭയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഷാർജയിൽ ജോലിയുള്ള ബന്ധത്തിൽ കുടുംബമായി പാർത്തൊരു സഹോദരൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നിമിഷത്തിനകം മരിക്കുകയാണ്. ആ ദേവദാസൻ കണ്ട വെളിപ്പാട്ട് പോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ബോഡി ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ സഭയിലെ സെക്രട്ടറിയും പാസ്റ്ററും കൂടെ അത് വലിച്ചിറക്കുകയാണ്. ഒരു സഭയ്ക്കോ കുടുംബത്തിനോ ഒരനർത്ഥം വരാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി ദൈവം അറിയിച്ചാൽ ഉറക്കം നഷ്ടപ്പെട്ടായാലും മുട്ടേലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഭക്തൻ തയ്യാറായാൽ നീക്കുപോക്ക് തരാൻ എന്റെ ദൈവം വിശ്വസ്തരാ. മരണത്തിൽ ഇതുപോലും നീക്കുപോക്ക് ദൈവത്തിന്റെ കൈകളിൽ ഉണ്ടെന്ന് അത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ നീക്കുപോക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. കളിയായി നിങ്ങൾ ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്നവരെ ഈ നാളുകൾ ദൈവത്തിന് വേണ്ട. വെളിപ്പാടുള്ളവരെ നമുക്ക് വേണം. ഈശാനമൂലൻ ഒളിച്ചിരിപ്പുണ്ട്, പടക മുമ്പോട്ട് നീക്കരുത്, കപ്പല് മുമ്പോട്ട് നീക്കരുത് എന്ന് പറയാൻ ഈ കപ്പലിനകത്ത് തടവുകാരുടെയിൽ വെളിപ്പാടുള്ള ഒരുവരെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ വെളിപ്പാടുള്ളവർ എഴുന്നേൽക്കട്ടെ. വെളിപ്പാടുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകും. 3 പേർ രാത്രിയിൽ ഉറങ്ങുന്നു, ഒരുവൻ കമന്നു കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും എഴുന്നേറ്റ് വന്ന് നോക്കിയിട്ട് വെക്കുന്നു. ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരുന്ന
ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? അവർ കമന്നു കിടന്ന് ഉറങ്ങുകയാ. 3 പേർ ഉറങ്ങുന്നു, ഒരുവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ ഈ 3 പേരും ഇവനും തമ്മിലുള്ള വ്യത്യാസം? ഇവനും ഉറങ്ങിക്കൂടായോ? ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങിക്കൂടായോ? യേശു ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം, നാളെ പ്രഭാതത്തിൽ എന്ത് നടക്കാൻ പോകുന്നുവെന്ന് എന്റെ പിതാവ് വെളിപ്പെടുത്തി. ആ വെളിപ്പാട് എന്റെ അകത്ത് കിടക്കുന്നിടത്തോളം ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. വീട്ടിലുള്ളവരെല്ലാം കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും വെളിപ്പാട് കിട്ടിയ സഹോദരി, നീ ഒന്ന് ഉണർന്നിരുന്ന് കരഞ്ഞാൽ ചില ഒഴിഞ്ഞു പോകാൻ ഇടയാണ്. വെളിപ്പാട് കിട്ടിയ സഹോദര, നിന്റെ കേരളത്തിലുള്ള പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നു, നിന്റെ ഭാര്യ എന്തെടുക്കുന്നു, കുഞ്ഞുങ്ങൾ എന്തെടുക്കുന്നു, അത് നീ ചിന്തിക്കേണ്ട. വെളിപ്പാട് കിട്ടിയ നിന്റെ കൊച്ചു ക്യാമ്പ് മുറിക്കകത്തിരുന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ കടലുകൾക്കപ്പുറത്ത് വിടുതൽ തരാൻ എന്റെ ദൈവം വിശ്വസ്തര. വെളിപ്പാടിന് ശക്തിയുണ്ട്, വെളിപ്പാടിന് ആഴമുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ കാണുന്നു, നിങ്ങൾ കാണുന്നത് പോലല്ല. നിങ്ങൾ കാണുന്നത് കടലിന്റെ കാലാവസ്ഥയാണ്, പക്ഷെ ഞാൻ കാണുന്നത് കടലിന്റെ അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഈശാനമൂലം. പൗലോസിന്റെ വാക്ക് ആ വെളിപ്പാടിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഇന്നും സഭയിൽ എന്താ വെളിപ്പാട് എന്നാൽ പലരും എഴുന്നേറ്റ് പറയാത്തെ? വെളിപ്പാടിവിടെ പലരും കാണുന്നുണ്ട്. വെളിപ്പാട് കാണുന്ന സഹോദരന്മാരുണ്ട്, വെളിപ്പാട് കാണുന്ന സഹോദരിമാരുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ പേടിയാ. ഇത് പറഞ്ഞാൽ പിന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മുടെ കോമഡി അതായിരിക്കും. ഇതിനെ ഭയപ്പെട്ട് പലരും വെളിപ്പാട് പറയുന്നില്ല. പലരും രഹസ്യമായി വിളിച്ച് പറയുന്നുണ്ട്, പാസ്റ്ററോട്, പാസ്റ്റർ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കണമേ. അല്ല, ഒരു കാലത്ത് അങ്ങനല്ല. ഒരു വെളിപ്പാട് കണ്ടാൽ അത് ദൈവസഭയിൽ അറിയിച്ച് ദൈവസഭ ആ ദിവസങ്ങളിൽ ഉപവാസം പ്രസിദ്ധപ്പെടുത്തും. അത് പ്ലാൻ ചെയ്ത ഉപവാസമല്ല, ആ വെളിപ്പാടിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എവിടെ ഒരു ദർശനമോ ഒരു വെളിപ്പാടോ ദൈവാത്മാവ് നമുക്ക് തന്നാൽ നിസ്സാരമായി കാണരുത്, തോന്നലായി കാണരുത്, സ്വപ്നമായി തള്ളിക്കളയരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു വിടുതൽ തരാനുള്ളത് കൊണ്ട് മുൻകൂട്ടി എന്നെ പലതും അറിയിക്കുന്നത്. പൗലോസ് ആ വാക്ക് കേൾക്കാതെ അവർ മുൻപോട്ട് പോവുകയാണ്. പൗലോസ് മുമ്പ് പറഞ്ഞ വാക്കിന് വലിയ ആഴം കൊടുക്കാതെ മുൻപോട്ട് പോകുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് അതിന്റെ 14-ാം വാക്യമാണ്. അതിന്റെ 13 കൂടെ വായിച്ചു. ക്രേത്താദ്വീപിന്റെ മറവറ്റി ഓടി. ഈ ശതാധിപനും ഈ മാലൂമിക്കും ഒക്കെ കപ്പൽ നീക്കാമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം ഇവർക്ക് ഈ ക്രേത്താദ്വീപിൽ വെച്ചെന്ന് കിടക്കണമെന്ന്. കാരണം ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകാം. നമുക്ക് അങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ ക്രേത്താദ്വീപിൽ അങ്ങ് എന്ത് ചെയ്യാം. കാരണം ഈ ക്രേത്തയിൽ ഒരു പ്രത്യേകതയുണ്ട്. ക്രേത്തയെ കുറിച്ചൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ക്രേത്തയിലുള്ളവർ അസത്യവാദികളും വയറും. അവിടെ ശരിക്കും ശാപ്പാട് കിട്ടും. അതുകൊണ്ട് യവന്മാർ പറഞ്ഞ് അങ്ങോട്ട് കപ്പൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇവർ നിർബന്ധിച്ച് വെളിപ്പാടിനെ കവർ ചെയ്യുന്ന ഒരു ദൂത് ഈ മാലൂമിയുടെയും ഈ ശതാധിപന്റെയും വാക്കിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്. വെളിപ്പാട് പറഞ്ഞ പൗലോസിനെ പുച്ഛിച്ചിട്ട് അവർ മുൻപോട്ട് പോവുകയാണ്. പറഞ്ഞ എഴുതിയിരിക്കുന്നത് ആ താല്പര്യം സാധിച്ചു എന്നവർക്ക് തോന്നി. അപ്പൊ അവർക്ക് ആരംഭത്തിൽ തോന്നിയത് പൗലോസിന് നീ പറഞ്ഞ വെളിപ്പാടൊക്കെ തെറ്റിയിട്ടാ. കാരണം നമ്മുടെ കപ്പൽ മുമ്പോട്ട് പോകുന്നു. കാരണം തെക്കൻ കാറ്റ് എന്ത് ചെയ്യുന്നു? മമ്മമാണ്. ഈ അധ്യായത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, കാറ്റ്. ഒരുപാട് പ്രാവശ്യം ഈ വേദപുസ്തകത്തിൽ തന്നെ ഒരധ്യായത്തിൽ ഇത്രയും കാറ്റ് കാത്തുന്ന മറ്റൊരു അധ്യായത്തിൽ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് വായിച്ചത് 4-ാം വാക്യം. നീക്കി കാറ്റ് പ്രതികൂലമാകിയ 7-ാം വാക്യം. കാറ്റ് സമ്മതിക്കായികയാൽ. ഇനി അതിന്റെ 13-ാം വാക്യം. തെക്കൻ കാറ്റ് മന്ദമായി ഊതിയാൽ. 14-ാം വാക്യം. കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. ഇനി എന്റെ 18-ാം വാക്യം. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം മലയുകൊണ്ട് പിറ്റേന്ന് അവർ ചേർക്ക് പുറത്ത് കളഞ്ഞു. ഇനി 20-ാം വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും മറ്റു. 40-ാം വാക്യം. നങ്കൂലം അറുത്ത് കടലിൽ വിട്ട് ചുക്കാനെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖമായി കൊടുത്ത് കരയ്ക്കു നേരെ ഓടി. ഇപ്പൊ ഈ കാറ്റ് യോനായുടെ പുസ്തകത്തിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ പൗലോസ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, കപ്പൽ മുമ്പോട്ട് പോകുന്നു. താല്പര്യം സാധിച്ചു എന്നവർക്ക് എന്ത് ചെയ്തു? തോന്നി. പക്ഷേ ഈ മന്ദമായി ഊതിയ കാറ്റിന്റെ അപ്പുറത്താണ് പൗലോസ് കണ്ട ഈശാനമൂലം. ഇത് കപ്പൽക്കാർക്ക് കാണാൻ പറ്റത്തില്ല, വെളിപ്പാടുള്ളവരെ കാണാൻ പറ്റത്തുള്ളൂ. കപ്പൽക്കാർക്ക് കാണാൻ കഴിയാത്തതൊന്ന് വെളിപ്പാടുള്ളവർ കാണാൻ തുടങ്ങി.
അവൻ അനർത്ഥത്തെ കുറിച്ച് കാണുക മാത്രമല്ല, പൗലോസ് ഇപ്പുറത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൗലോസിനറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാണൻ പോകും. അതിനകത്താളുടെ പ്രാണനുണ്ട്, പൗലോസിന്റെ പ്രാണനുണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ റോമിൽ നിന്നെ നിർത്താമെന്ന ഇതിനകത്ത് വെളിപ്പാട് കണ്ട ഞാൻ ഒരുത്തൻ പ്രാർത്ഥിച്ച കപ്പല് തകർന്നാലും പ്രാണന് കേട് വരാതിരിക്കും. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, വെളിപ്പാട് ഞാനാ കണ്ടത്, വേറൊരാളെ കുറിച്ചാ കണ്ടെങ്കിലും ആ വ്യക്തിയോടത് പറഞ്ഞ് അവര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണം. ദൈവം എന്നെ ഈ വെളിപ്പാട് കാണിച്ചത് എന്നെ വിശ്വസിച്ചിട്ടാണ്. ദൈവത്തിന് അറിയാം അവൻ അത് ഏറ്റെടുക്കും. എന്തുകൊണ്ട് ഈ വെളിപ്പാട് വേറൊരാൾക്ക് കൊടുക്കാതെ എനിക്ക് തന്നു? ദൈവം എന്നെ പൂർണ്ണമായി വിശ്വസിച്ചു. ഇത് ഇവന് കൊടുത്താൽ 1 മണിക്കൂറെങ്കിലും ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ഇവൻ വെട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ വിശ്വാസം ദൈവത്തിന് ഉള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാതെ അവരെടുത്തോ, അവരേറ്റെടുത്തോ, അവർ തള്ളിക്കളഞ്ഞോ പൊയ്ക്കോട്ടെ. പക്ഷെ വെളിപ്പാട് കണ്ട ദൈവ പൈതൽ ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞ് അതിന്റെ മുമ്പിൽ ഒന്ന് കരയാൻ തുടങ്ങിയ സ്വർഗം അതിനകത്ത് നീക്കുമോ കയറ്റും. പൗലോസ് പറഞ്ഞു നമ്മുടെ പ്രാണനൂടെ കേടുവരത്തക്കമെന്ന് ഒരു കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റിൽ വേദപുസ്തകത്തിൽ നമുക്കറിയാം, കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നി ജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കിയിരിക്കുക. കാറ്റ് ഒരുപാട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇയ്യോബിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, അവർ നിന്റെ മക്കൾ എല്ലാവരും കൂടി മൂത്തവന്റെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുമ്പോൾ പെട്ടെന്നൊരു കിഴക്കൻ കാറ്റടിച്ച്, പെട്ടെന്നൊരു ചുഴലിക്കാറ്റടിച്ച് നിന്റെ വീടിന്റെ 4 മൂലയ്ക്കും അടിച്ച് വീട് തകർന്ന് യൗവനക്കാർ മരിച്ചുപോയി. യൗവനക്കാരുടെ പ്രാണനെ അവഗണിക്കുന്ന കാറ്റുണ്ട്. എന്നാൽ അതേ പുസ്തകത്തിൽ മറ്റൊരു കാറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 37:1 യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് യോബിനോട് ഉത്തരം പറയാൻ തുടങ്ങി. ഒരു കാറ്റ് നിന്റെ തലമുറയുടെ പ്രാണൻ കൊണ്ടുപോയെങ്കിൽ മറ്റൊരു കാറ്റിൽ യഹോവ ഇറങ്ങി വന്ന് നിന്റെ തലമുറയെ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ പോവുക. രാത്രി ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഒരു കാറ്റ് നമ്മുടെ നന്മ കൊണ്ടുപോയാൽ മറ്റൊരു കാറ്റിൽ യഹോവ ഇറങ്ങി വന്ന് എന്റെ നന്മ മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്ട്, ഏത് കാറ്റ് നിന്റെ നന്മ കൊണ്ടുപോയോ മറ്റൊരു കാറ്റിൽ യഹോവ ഇറങ്ങി വന്ന് നന്മ മടക്കി തരുന്ന ദൈവമാണ്. ഒരു കാറ്റടിച്ചിട്ട്, ഒരു കൊടുങ്കാറ്റടിച്ചിട്ട് ഇയ്യോബിന്റെ മക്കൾ യൗവനക്കാരുടെ പ്രാണനെ അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ 37-ാം അധ്യായത്തിൽ പിന്നെ കാറ്റിനെ കുറിച്ച് ആ പുസ്തകത്തിലില്ല. പിന്നെ ഒരു കാറ്റേ ഉള്ളൂ, ചുഴലിക്കാറ്റിൽ യഹോവ ഇറങ്ങി വന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞു തുടങ്ങി. ആ ഉത്തരം അവസാനിച്ചത് നഷ്ടപ്പെട്ട മക്കളെ മടക്കി കൊടുത്തോണ്ടാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമുക്ക് ധാരാളം കാറ്റുകളുണ്ട്. അവിടെ ഒരു കിഴക്കൻ കാറ്റ് അന്ന് രാത്രിയിൽ അടിച്ചു. ആ കിഴക്കൻ കാറ്റടിച്ചപ്പോൾ ആരാധിക്കാൻ ഇറങ്ങി വന്ന ദൈവമക്കളുടെ മുമ്പിൽ അഹങ്കാരത്തോടെ ഒഴുകിയ ചെങ്കടൽ വഴിമാറാൻ തുടങ്ങി. അന്ന് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റടിക്കുകയാ. ദൈവത്തിന്റെ ഒരു കാറ്റടിച്ചാൽ എന്റെ മുമ്പിലെ തടസ്സങ്ങൾ മാറും, എന്റെ മുമ്പിൽ ഇല്ലാത്തൊരു വഴി ഉണ്ടാകും. ദൈവം തന്റെ കാറ്റിനെ ഉപയോഗിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ വിശ്വസിക്കാൻ ഇന്ന് രാത്രി ചില ദൈവമക്കളൊന്നും തയ്യാറാകട്ടെ. ദൈവമേ, നിന്റെ കാറ്റടിച്ചാൽ എന്റെ ജീവിതം വിടുവിക്കപ്പെടാൻ പോവുക. നിന്റെ കാറ്റടിച്ചാൽ എന്റെ മുമ്പിലെ തടസ്സങ്ങൾ മാറുകയാ. നിന്റെ കാറ്റടിച്ചാൽ എന്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകളുടെ ആ വലിയ തടസ്സങ്ങൾ മാറാൻ പോവുക. ദൈവത്തിന്റെ കാറ്റ് അവിടെ അടിച്ചപ്പോൾ ചെങ്കടൽ വഴിമാറുകയാണ്. പക്ഷെ ഞാനവിടെ കണ്ട മറ്റൊരു പദം, അവർ അക്കരെ കടന്നപ്പോൾ ഫറവോനും കൂട്ടരും ആ ചെങ്കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ മറ്റൊരു കാറ്റടിച്ച് കടലിനെ മൂടിച്ചു. കടലിനെ മൂടിച്ചു. എനിക്ക് വഴി തുറക്കാൻ ഒരു കാറ്റടിച്ചെങ്കിൽ എന്നെ തകർക്കുവാൻ വരുന്ന ഫറവോനെ തകർക്കാൻ മറ്റൊരു കാറ്റ് ദൈവം അയക്കുകയാണ്. ദൈവത്തിന്റെ കാറ്റ് വഴി തുറക്കുന്ന കാറ്റുമാ, ചിലരുടെ വഴി അടയ്ക്കുന്ന കാറ്റുമാ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇറച്ചിക്കായിട്ടവർ കരഞ്ഞു. കരഞ്ഞപ്പോൾ അന്ന് രാത്രിയിൽ ഒരു കാറ്റടിപ്പിച്ച് ഞാൻ ആ ഭാവമൊക്കെ ധ്യാനിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഇവിടെ വരുമ്പോൾ ഇവർ ഇറച്ചി ചോദിക്കുമെന്ന് തമ്പുരാൻ നേരത്തെ കണ്ട് ഇവർക്ക് കഴിക്കാനുള്ള ഇറച്ചി ഇവിടെ ദൈവം ഒരുക്കിയിട്ടേക്കുക. ഇനി അവർ ചോദിക്കുമ്പോൾ ഒരു ചിറകൂടെ പിടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന മാംസം
അത് ഷേപ്പ് വരുത്തി മറ്റൊരു രൂപത്തിൽ കിടന്നതിന് ഇവർക്ക് വേണ്ട പിടിക്കാൻ തക്കവണ്ണം ചിറക് പിടിപ്പിച്ച് ഒരു കാറ്റടിച്ചപ്പോൾ അവരുടെ മുമ്പിൽ പറന്നു വരാൻ തുടങ്ങി. നിങ്ങൾ ഈ വിഷയം ഒന്ന് എടുത്തു നോക്കിയ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കാറ്റ് തന്റെ ജനത്തിന് അനുകൂലമായി മാറി. അപ്പോൾ തന്നെ ദൈവ വഴി വിട്ടുപോയവനെ മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന്റെ കാറ്റ് തയ്യാറായി. ദൈവം തന്റെ കാറ്റുകളെ ദൂതന്മാരായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ നിങ്ങൾ അതിന്റെ ശബ്ദം കേൾക്കുന്നു. അത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് അറിയുന്നില്ലെങ്കിലും ശബ്ദം നമ്മൾ കേൾക്കുന്നുവെന്ന് നിക്കോദീമോസിനോട് യേശുക്രിസ്തു പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. ഈ കാറ്റുകളൊക്കെ കൊണ്ടുവന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വേദപുസ്തകത്തിന്റെ സകല കാറ്റുകളും അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടാന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സെഹിയോന്റെ മാളിക മുറിയിൽ 120 പേർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊടിയ കാറ്റടിച്ചു. നശിപ്പിക്കുവാനല്ല, ഇല്ലായ്മ ചെയ്യുവാനല്ല, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തുവാൻ, പുതിയ നിയമസഭ പണിഞ്ഞെടുക്കുവാൻ ഒരു കൊടിയ കാറ്റടിച്ചു. ഇന്ന് രാത്രിയിൽ ആ കൊടിയ കാറ്റ് നമ്മുടെ നടുവിൽ അടിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ അത് അടിക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അടിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈശാനമൂലം എന്ന കൊടുങ്കാറ്റ് കപ്പലിന്റെ നേരെ അടിച്ചു. കപ്പലിനെ തകർക്കാൻ തുടങ്ങി. എല്ലാവരും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷപ്പെടുമെന്നുള്ള ആശ എന്ത് ചെയ്തു? അറ്റുപോയി. എല്ലാവരും മരണഭീതിക്കകത്തിരിക്കുക. ഇവിടെയാണ് പ്രവാചകനും അപ്പോസ്തലനും തമ്മിൽ. വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ ഇവിടെ നിർത്തി മുമ്പോട്ട് പോവുക. അപ്പോസ്തലൻ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനും. ഇത് തന്നെ അങ്ങനെയും പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ ഭജിച്ചു വരുന്നു. ഞാൻ ഒരു എബ്രായനാണ്, പക്ഷെ എന്നെ എടുത്ത് കടലിലേക്ക് അങ്ങ് കളഞ്ഞാൽ പ്രശ്നം തീരും. പൗലോസ് പറയുന്നു, ആരും കടലിൽ ചാടണ്ട, പ്രശ്നത്തിന് പരിഹാരമുണ്ട്. വീണ്ടും അടുത്ത വെളിപ്പാട് ഞാൻ കണ്ടേക്കുന്നു. നേരത്തെ കണ്ട വെളിപ്പാട് എന്തുവാ? നമ്മുടെ പ്രാണനിലൂടെ കേടുവരും, കപ്പൽ തകരും, മുമ്പോട്ട് നീക്കരുത്. ഇപ്പൊ അടുത്ത വെളിപ്പാട്, അതിന്റെ അർത്ഥം ഈ വെളിപ്പാട് കണ്ടേച്ച് പുള്ളി എന്തുകയായിരുന്നു? പ്രാർത്ഥിക്കുക. വെളിപ്പാട് കണ്ടവൻ പ്രാർത്ഥിച്ചാൽ അടുത്ത വെളിപ്പാട് അടുത്ത വെളിപ്പാട് പ്രാണന് കേട് വരത്തില്ല കേട്ടോ. ഞാൻ 275 പേർക്കും വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവ് നിന്നു. ദൈവം എന്നോട് പറഞ്ഞു, പൗലോസേ, പ്രാണന് കേട് വരത്തില്ല, പക്ഷെ നിന്നെ അനുസരിക്കാതെ കപ്പല് നീക്കിയത് കൊണ്ട് കപ്പലിനും ചരക്കിനും കേടുവരും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രാണനെ ഞാൻ വിടുവിച്ചെടുത്തേക്കാം. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വെളിപ്പാടിന്റെ ശൈലി ദൈവം മാറ്റി. നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രാണനൂടെ കേടുവരുമെന്ന, ഇപ്പൊ പറഞ്ഞത് പ്രാണന് കേടുവരത്തില്ല, കപ്പൽ നശിച്ചു പോകും. നിങ്ങൾ ആരും ചാടരുത്. എല്ലാവരും കപ്പലിൽ ചാടാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറയുന്നു, ആരും ചാടരുത്, നമുക്ക് ആർക്കും കേടുവരത്തില്ല. സഹോദരന്മാരെ, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനും ഇന്നലെ രാത്രി വീണ്ടും എന്നോട് സംസാരിച്ചു. നോക്കൂ, കപ്പൽ യാത്ര തുടങ്ങിയപ്പോ ദൈവം സംസാരിച്ചു. ഈ മനുഷ്യന് കപ്പലിനകത്ത് എന്തോ ബന്ധമാ ദൈവവുമായിട്ട്. എനിക്കും നിങ്ങൾക്കും യാത്രയിലും ദൈവത്തോട് ബന്ധപ്പെടാം, യാത്രയിലും ദൈവത്തോട് ബന്ധപ്പെടാം. നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് ഒന്ന് ഉയർന്നു വരാമോ? എവിടെ വെച്ചും സംസാരിക്കുന്ന ഒരു ദൈവം, ഇടപെടാതെ സംസാരിക്കുന്ന ഒരു ദൈവം. പൗലോസ് പറയുകയാണ്, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനും, ഞാൻ ഇടപെടാതെ സേവിച്ചു വരുന്നവനും വീണ്ടും കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു. ഇങ്ങനെ സംസാരിക്കുമോ ദൈവം? ഇങ്ങനെ സംസാരിക്കുമോ ദൈവം? നിങ്ങളൊന്ന് അടുത്തിരുന്ന് നോക്കിക്കേ, ഇതിനേക്കാൾ സംസാരിക്കും, ഇതിനേക്കാൾ സംസാരിക്കും. നിങ്ങൾ എന്നും വേദപുസ്തകത്തൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭക്തനെ കുറിച്ച് ഇങ്ങനെ വായിച്ചു, പുള്ളി എഴുതിയിരിക്കുകയാണ്, ഞാൻ 15 ചാപ്റ്റർ വായിച്ചിട്ടും ഒരു ദൈവശബ്ദം കേട്ടില്ലേ? 16-ാമത്തെ അധ്യായം എടുക്കുന്നു, 16-ാമത്തെ അധ്യായം വായിക്കും. 16-ാമത്തെ അധ്യായത്തിലും എന്നോട് ഇടപെടുന്ന ഒരു വാക്യം കിട്ടിയില്ലേ? 17-ാമത്തെ വായിക്കും. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ബൈബിൾ തുറന്നാൽ എന്നോട് ദൈവം ഇടപെട്ട് എഴുന്നേൽക്കത്തുള്ളൂ. അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ശരീരം. വേഗത്തിൽ ഓടിച്ചു വായിക്കാൻ എടുക്കരുത് പുസ്തകം, ഒരു കടമ നിൽക്കാൻ പുസ്തകം എടുക്കരുത്. എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകം തുറന്നാൽ ദൈവം സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. കണ്ണു തുറന്നുകൊണ്ട് ബൈബിൾ വായിച്ചാൽ നമ്മൾക്ക് കിട്ടാത്ത വെളിപ്പാടുകൾ കിട്ടാറുണ്ട്. 27-ാം അധ്യായം 3 ദിവസമായിരുന്നു വായിക്കുക, വീണ്ടും വായിച്ചു. ഇവിടെ വന്നിരുന്നു
വായിച്ചപ്പോൾ അനേക വെളിപ്പാടുകൾ ഈ അധ്യായത്തിൽ എനിക്ക് ദൈവം തന്നു. അതിലെ വെളിപ്പാടുകളെ ഞാൻ ചിലത് നിങ്ങളോട് പറഞ്ഞത്. ഒരു വെളിപ്പാട് കണ്ടിട്ട് അടുത്ത വെളിപ്പാടിന്റെ ഇടയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഇതിനിടയ്ക്ക് ഒരു നീക്കുപോക്കുണ്ട്. പ്രാണന കേട് വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് മാറ്റി പറയിപ്പിക്കുക ദൈവം. അപ്പോസ്തലന്റെ കപ്പൽ യാത്രയിലുള്ള ഒരു പ്രത്യേകത, അവനൊരു സമാധാന ദൂതനായിട്ട് എഴുന്നേറ്റു. എന്നെ എടുത്ത് വെളിയിൽ കളയാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ പൗലോസ് 275 പേരോടും പറഞ്ഞു, നമ്മൾ ആഹാരം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 14 ദിവസമായില്ലേ? നിങ്ങൾ വായിച്ച മേടിച്ചതൊക്കെ 14 ദിവസമായില്ലേ? സഹോദരന്മാരെ, എന്തിനാ ഈ ആഹാരം ഇവിടെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പട്ടിണി ഇരിക്കുന്നത്? എന്തായാലും ഫാസ്റ്റിംഗ് അല്ലല്ലോ. ഫാസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ നമ്മൾ ആരും ആഹാരം കഴിച്ചിട്ട് 14 ദിവസമായി. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. പക്ഷെ ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു, പ്രാണന കേട് വരത്തില്ല, അതുകൊണ്ട് കഴിക്കാം. താൻ ആ ഭക്ഷണം എടുത്ത് പ്രാർത്ഥിച്ചു. സംഭവങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ഒരു സമാധാന ദൂതനെ ദൈവത്തിന് വേണം. എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരപ്പോസ്തലനെ അല്ല അവിടെ വേണ്ടത്. ആ പ്രാണന് കേടുവരുമെന്ന് മരണഭീതിയുടെ നടുവിലിരിക്കുന്നവരോട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നമ്മുടെ ആരുടെയും പ്രാണന കേടുവരത്തില്ലെന്ന് ഇന്നലെ രാത്രി വീണ്ടും എന്നോട് ദൈവം സംസാരിച്ചു. ദൈവശബ്ദമുള്ളവന് എപ്പോഴും പറയാനൊരു ദൂത് കാണും, എപ്പോഴും പറയാനൊരു ദൈവശബ്ദം കാണും. ദൈവശബ്ദമുള്ളവരോട് നിങ്ങളൊന്ന് ഫോണിൽ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് നമുക്കൊരു ദൂത് കിട്ടുന്ന വർത്തമാനത്തിൽ ചുമ്മാ കാഷ്വൽ ടോക്ക് ചെയ്താൽ മതി, അതിനകത്തൊരു ദൈവശബ്ദം കാണും. കാരണം അവർ ദൈവശബ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്. ഈ നാളുകൾ തികഞ്ഞാത്മീകരായി മാറാൻ ഞാൻ നിങ്ങളൊന്ന് തയ്യാറാകട്ടെ. ആ അപ്പോസ്തലൻ യാത്ര ചെയ്ത കപ്പലിലും പ്രവാചകൻ യാത്ര ചെയ്ത കപ്പലിലും ഒരുപോലെ കൊടുങ്കാറ്റടിച്ചെങ്കിലും ഇതിന്റെ നടുവിൽ പ്രവാചകനെ വെള്ളത്തിൽ കളയുമ്പോൾ പൗലോസ് കൂടെ ഉള്ളവരെല്ലാം പ്രാണനെ രക്ഷിക്കുകയും സമാധാനം നൽകി കൊടുക്കുകയും ശാന്തത പറയുകയും ചെയ്യുന്ന ഒരു സമാധാന ദൂതനാണ്. എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ആരാ? എന്റെ യാത്രയിൽ ഞാൻ ആരാ? യോനായോ പൗലോസോ? ഞാൻ എന്നിലേക്ക് നോക്ക്, ഞാൻ ആരാ? എന്നെ പുറത്താക്ക്, പ്രശ്നം തീരും. അല്ല, ഞാനിവിടെ ഒരു സമാധാന പുരുഷനായി മാറാൻ ദൈവിക വെളിപ്പാട് പ്രാപിക്കണം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണം. നിന്റെ ശബ്ദം എനിക്ക് വേണം. നിന്റെ ശബ്ദത്തിലൂടെ എനിക്കൊരു സമാധാന ദൂതനായി മാറണം എന്ന് പറയാൻ നമുക്ക് കഴിയണം. പൗലോസ് 14 പേർക്കും ആഹാരം എടുത്തു കൊടുത്തു. കപ്പൽ അടിച്ച് തകർന്നു. പൗലോസ് പെട്ടെന്ന് പറഞ്ഞു, ഒരു തിരയോട് നമ്മൾ അടുത്തിട്ടുണ്ട്, നീന്താൻ അറിയാവുന്നവരെല്ലാം നീ ചാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചാടത്തില്ല. വെള്ളം ദൂരെ കണ്ടാലേ ഞാൻ ചാടത്തില്ല. പക്ഷെ നീന്തറിയാവുന്നവരെല്ലാം ചാടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ ആകെ കിട്ടിയത് ഒരു പലക കഷ്ണം കിട്ടിയവരോട് പറഞ്ഞു, അതേ തൂങ്ങി പിടിച്ചോടാൻ പറഞ്ഞു. ഒന്നുമില്ലേലും ഒരു കൊച്ചു വാക്തത്വമെങ്കിലും ദൈവം തരും. കർത്താവ്, നീന്താൻ എനിക്ക് അറിയത്തില്ല, പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ഒരു കൊച്ചു മുറി പലക, ഒരു വാക്തത്വത്തിൽ ദൈവം അതേ പിടിച്ചങ്ങ് കയറാം. ആ കൊച്ചു വാക്തത്വം ചിലപ്പോൾ രണ്ടുപേരും പാട്ടായിരിക്കും. അത് മതി ആ ദിവസങ്ങളിൽ ഒന്ന് ബന്ധപ്പെടാൻ. ചിലപ്പോൾ ഒരു കൊച്ചു വാക്യമായിരിക്കും. ആ പലക മതി നമുക്ക് അക്കരെ കയറാം. ഈ ദിവസങ്ങളിൽ ഒരു പാട്ടിന്റെ 2 വരി നിങ്ങൾ അകത്ത് ദൈവം തരുന്നെങ്കിൽ അതെനിക്ക് അക്കരെ കയറാനുള്ള പലകയാണ്. ഓർത്തോ, ഒരു വാക്യത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടോ, എനിക്ക് അക്കരെ കയറാനുള്ളതാ. നീന്തറിയാവുന്നവർ നീന്തി രക്ഷപ്പെട്ടോണ്ട്. പക്ഷെ നീന്തറിയാൻ പറ്റാത്ത ചിലരുണ്ടല്ലോ, അവർക്ക് ഒരു പലക കിട്ടി. അവരാ പലകയിൽ പിടിച്ച് അക്കരെ കടന്നു. ബാക്കി ഒരു ഭാഗമുണ്ട്, രക്ഷപ്പെട്ട ശേഷം. അതവിടെ നോക്ക്, നമുക്ക് നിർത്താം. 2 കപ്പൽ യാത്ര, 1 അപ്പോസ്തലൻ, 2 പ്രവാചകനാകുന്ന യോന യാത്ര ചെയ്ത കപ്പൽ, അപ്പോസ്തലനാകുന്ന പൗലോസ് യാത്ര ചെയ്ത കപ്പൽ. ആരുടെയും പ്രാണന കേടുവരാതെ, ആരെയും കടലിൽ എടുത്തിടാതെ വെളിപ്പാടിന് മുമ്പിൽ ആ കപ്പൽ യാത്രക്കാരൻ അനുസരിച്ചിരുന്നെങ്കിൽ കപ്പലിനും കേടുവരത്തില്ലായിരുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളുടെ